ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളെവിടെയാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഞ്ചസ്റ്ററിലോട്ടാണ്. നമ്മുടെ കസിൻസ് നാട്ടിൽ പോയി ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാൻ പോവാണ്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് പാക്കറ്റുകളും കൂടി നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടുണ്ട്. ലൈക്ക് ചെറിയ മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ പോലത്തെ അതും കൂടി നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി. നമുക്ക് അവിടെ പോവുക, കളക്ട് ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹലോ ഹലോ, അയ്യോ സിരിച്ച്. In 100 yards, at the roundabout, take the 4th exit and stay on Westbourne Road, A640. ഇത് കണ്ടോ, ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സിനും സെയിം കളറായിരിക്കും. ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും എല്ലാ ബിൽഡിങ്സും. ഇപ്പോൾ അത് സെപ്പറേറ്റ് ബിൽഡിങ്ങിന് വേറെ കളർ അങ്ങനെയൊന്നുമില്ല. എല്ലാ ബിൽഡിങ്സും ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഒരു ഷോപ്പ് ആയിക്കോട്ടെ, ഒരു സ്കൂളായിക്കോട്ടെ, ഒരു വീടുകളായിക്കോട്ടെ, എല്ലാം സെയിം കളറായിരിക്കും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചത് UK മൊത്തം ബിൽഡിങ്സും ഭയങ്കര റഷും ഒക്കെയാണെന്നാണ്. പക്ഷേ എന്നെ തെറ്റിച്ചുകൊണ്ട് ഇവിടെ കൂടുതലും പ്രകൃതി രമണീയമാണ്. ഫുൾ ഹരിതാഭയും പച്ചപ്പുമാണ്. നല്ല രസമാണ്. നമുക്ക് മെയിൻ റോഡിൽ കൂടിയൊക്കെ ഇത് നമ്മൾ പോണത് മെയിനായിട്ടുള്ള ഹൈവേ കൂടിയാണ്. പക്ഷേ രണ്ട് ഭാഗത്തും നല്ല മലയും പച്ചപ്പും നല്ല രസമാണ്. പിന്നെ ഈ ആകാശം ഇങ്ങനെ താഴ്ന്നു നിൽക്കണം, നല്ല രസമാണ് കാണാൻ. പിന്നെ ഞങ്ങളവിടെ എത്തി. Hello, welcome back, UK. ഇതാരത്? അവിടെ ചെന്നു. പിന്നെ ഇക്കാക്കൊക്കെ സംസാരിച്ചു, ജ്യൂസ് കുടിച്ചു. പത്തിരി ഇറച്ചിയായിരുന്നു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അടിപൊളി പത്തിരിയും ബീഫ് റോസ്റ്റും അത് കഴിച്ചു. അടിപൊളിയായിരുന്നു. കുറേ നാൾക്ക് ശേഷം പത്തിരി ഇറച്ചിയും കഴിക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാവരോട്ടും സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞ് അതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരി, അസ്സലാമലൈക്കും. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് കൊടുത്തോട്ടായിരുന്നു. നമുക്കിതൊന്ന് പൊട്ടിച്ചോ. ഇന്നലെ വന്നിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ ഞങ്ങൾ ഈ സാധനം എടുക്കാം. കാരണം ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു പെട്ടിയൊന്നും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് 3 വർഷമായി. അപ്പം അവരും ഇപ്പം 2 കൊല്ലമായിട്ടാണ് പോയേക്കണം. അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടണ ഒരു പെട്ടി പറയാൻ പറ്റുന്ന ഒരു പൊതിയാണത് നാട്ടിൽ നിന്ന്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അറിയില്ല എന്തൊക്കെയാവും. എന്നാലും ഒരു പുറത്തുനിന്ന് വരുമ്പോൾ ഒരു പുതിയൊരു സന്തോഷമല്ലേ. അപ്പം നമുക്കതൊന്ന് പൊട്ടിക്കാം. വണ്ടിയുണ്ട ഇത് പേപ്പല തുറക്കണില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുരിങ്ങയില. പിന്നെ ഉണ്ടായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിപ്സ്,
കായ വറുത്തത്, പിന്നെ ഒരു പാക്കറ്റോളം പല പല വെറൈറ്റി ഓഫ് സ്നാക്സ്, പിന്നെ ഉണക്ക ചെമ്മീൻ, പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി. ഇത്രയായിരുന്നു നാട്ടിൽ നിന്ന് കൊടുത്തതിൽ. ഇക്കാക്കയുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് ചെമ്മീനും ഒക്കെ കിട്ടിയത്. പിന്നെ ഇക്കാക്ക നമുക്ക് വേവിച്ച ബീഫും പിന്നെന്തായിരുന്നു ചക്കയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളപ്പം തന്നെ അത് വന്നപാടി തന്നെ അത് എല്ലാം പൊട്ടിച്ച് വേഗം തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി. അതാണ് എല്ലാത്തിൻ്റെ വീഡിയോ വരാത്തത്. നിങ്ങൾ എത്ര പേരുണ്ട് കിട്ടണ സാധനം അപ്പം തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണതും ഒരു സമാധാനം ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ആർത്തിയോടും തിന്നത്. അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ശരി, ബൈ ബൈ. ബൈ ബൈ പറഞ്ഞായിമോ. ബൈ 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 ബൈ. ശരി.